ലോകത്തിലെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂൾ എവിടെയാണെന്ന് അറിയാമോ? ഇൻ്റർനെറ്റിൽ ദ ഫസ്റ്റ് സ്വിമ്മിംഗ് പൂൾ ഇൻ ദ വേൾഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരമാണ് മോഹൻജദാരോയിലെ, അതായത് ഇന്നത്തെ ഇന്ത്യ പാക് അതിർത്തി പ്രദേശത്തെ ദ ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന നിർമ്മിതി. പക്ഷേ ഈ ഒരു നിർമ്മിതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിലേതുപോലെ നീന്താനും ഉല്ലസിക്കാനുമായി ഉണ്ടാക്കിയതില്ലെന്ന് മാത്രം. കാരണം 3000 BC കാലഘട്ടത്തിൽ നിർമ്മിച്ച ദി ഗ്രേറ്റ് ബാത്ത് എന്ന നിർമ്മിതിക്ക് പിന്നിലെ ലക്ഷ്യമെന്നത് പുരാതന കാലത്ത് പുനരധിവാസം, കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, വാട്ടർ മാനേജ്മെൻറ്റ് എന്നിങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് റോമൻ എംപയറിൻ്റെ വരവോടുകൂടി സ്വിമ്മിംഗ് പൂളുകൾക്ക് ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ റിഫ്രഷ്മെൻറ്റ് പരിവേഷം ലഭിക്കുന്നത് അവിടെ നിന്നാണ് നമ്മളിന്ന് കാണുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള പല സ്വിമ്മിംഗ് പൂളുകളുടെയും തുടക്കം. അങ്ങനെ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി സ്വിമ്മിംഗ് പൂളുകൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും വീടുകളിലും റിസോർട്ടുകളിലും തുടങ്ങി പലയിടങ്ങളിലായി സ്വിമ്മിംഗ് പൂൾ എന്ന ട്രെൻഡ് കളം പിടിക്കുന്നത് കാണാം. കാരണം എന്തിനേ പറയുന്നു, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും എത്ര വിധത്തിൽ എങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂളാണെന്ന് കേട്ട് ഞാൻ തന്നെ ഞെട്ടി. ബാക്ക് വാട്ടേഴ്സ് ചുറ്റപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ദൈനംദിന ശീലങ്ങളിൽപ്പെട്ട കാര്യമാണ് നീന്തൽ എന്ന് പറയുന്നത്. കുഞ്ഞുനാളിൽ നീന്തൽ പഠിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡൽ വാങ്ങിക്കൂട്ടിയവരുടെ കൂട്ടത്തിലും നമ്മൾ കേരളീയർ ഒട്ടും പിന്നിലല്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യനായ നമ്മുടെ സ്വന്തം ഇടുക്കിക്കാരൻ സാജൻ പ്രകാശ് തുടങ്ങി ഒട്ടനവധി പ്ലെയേഴ്സ്. കുളങ്ങളിലും തോടുകളിലും നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിന് സ്വിമ്മിംഗ് പൂൾ എന്നത് തികച്ചും ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. കൃത്യമായ വിവരണങ്ങളില്ലെങ്കിലും 1930കളിൽ സ്ഥാപിതമായ കോവളം അശോക് ബീച്ച് റിസോർട്ടിലാണ് ആദ്യമായി സ്വിമ്മിംഗ് പൂൾ കേരളത്തിലെത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ കാലയളവിൽ കേരളത്തിൽ സ്വിമ്മിംഗ് പൂൾ എന്നത് വളരെ വിരളമായതിനാൽ അത്ര ഡിമാൻഡ് നിലനിന്നിരുന്നില്ല. എങ്കിലും ആഡംബരത്തിന്റെ അടയാളമായി സ്വിമ്മിംഗ് പൂളുകൾ നിറഞ്ഞു നിന്നുകൊണ്ടിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. ആ ഒരു കാലയളവിൽ കമലഹാസന്റെ സ്വിമ്മിംഗ് പൂൾ എന്ന പടം വരെ വരുന്നതും കാണാൻ പറ്റും. ഇത്തരത്തിൽ സ്വിമ്മിംഗ് പൂളുകൾക്ക് ഡിമാൻഡ് പതിയെ കൂടി വന്നുകൊണ്ടിരുന്നു. എന്നിരുന്നാലും ഒരു യാഥാർത്ഥ്യം എന്നോണം സ്വിമ്മിംഗ് പൂളുകൾ ഒരു ആഡംബര വസ്തു മാത്രമായി നിലകൊണ്ടിരുന്ന കാലത്ത് 1937ലാണ് ശ്രീ ചിത്തിര തിരുനാൾ പണി കഴിപ്പിച്ച ഒരു പബ്ലിക് പൂൾ വരുന്നത്. പക്ഷേ ഇവ പൂർണ്ണമായും നീന്തൽ അഭ്യസിക്കാൻ വിട്ടു നൽകുകയും പൂളുകൾ ജനകീയമായി തുടങ്ങുകയും ചെയ്തു. ഇന്നത്തെ പ്രൈവറ്റ് പൂൾ വില്ലകളുടെ പിറവിക്കും ഇന്ന് ഇവയ്ക്ക് വരുന്ന ഡിമാൻഡിനും പിന്നിൽ COVID-19 എന്ന മഹാമാരിയുടെ ഒരു ചെറു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പൊള്ളയായി തോന്നാം. എന്നാൽ ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ലായിരുന്നു. ഒരിക്കലെങ്കിലും ഈ സൗകര്യങ്ങൾ ആസ്വദിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് വിലങ്ങ് തടിയായി നിന്നിട്ടുള്ളത് പല ഫാക്ടേഴ്സാണ്. ഷെയർഡ് സ്വിമ്മിംഗ് പൂളുകൾ, പല അപരിചിതർ വരുന്നത് ചിലർക്ക് അസൗകര്യപ്പെടും, അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നു, അതുപോലുള്ള ഹൈജീൻ പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതികളായിരുന്നു അവർക്ക് ഇതെല്ലാം ഒരു തടസ്സമായി തോന്നിയിരുന്നത്. എന്നാൽ പിന്നീട് COVID-19 ഉയർത്ത വെല്ലുവിളിയായ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്ന പ്രശ്നത്തിന്റെ പരിഹാരമായി പ്രൈവറ്റ് പൂൾ വില്ലകൾ യൂസ് ചെയ്യാനായി വീണ്ടും കേരളീയർ നിർബന്ധിതരായതോടുകൂടിയാണ് പുതിയ മാറ്റങ്ങൾക്ക് മേഖല വഴിവെച്ചു തുടങ്ങിയത്. പ്രൈവറ്റ് പൂൾ വില്ലകൾ അത്തരത്തിൽ യൂസ് ചെയ്തപ്പോൾ മുൻകാലത്ത് അവർ നേരിട്ടിരുന്ന പ്രൈവസി എന്ന പ്രശ്നത്തെ മറികടക്കാനായത് ഈ മേഖലയിലെ ഫേമുകൾക്ക് കൂടുതൽ ഡിമാൻഡ് വരികയും അതിന്റെ ഭാഗമായി അധിക വരുമാനത്തിൽ എത്തുന്നതുമായി നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമായി പറയാവുന്ന ഒരു കാര്യവും ഇതിനോട് ചേർത്ത് പറയാം. എൻ്റെ ഒരു സുഹൃത്ത് 2018 പ്രൈവറ്റ് പൂളുകളിൽ വാങ്ങിയിരുന്നു. പക്ഷെ അവൻ ഉദ്ദേശിച്ച തലത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുമില്ല. എന്നാൽ ഓപ്പറേഷൻ കോസ്റ്റ് വളരെ അധികമായത് കാരണത്താൽ എക്സ്പെക്ടേഷനുകൾ കുറഞ്ഞ വിലയ്ക്ക് അവൻ ആ പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ അവൻ അതിൽ ഖേദിക്കുന്നു. കാരണം അന്ന് ആ പ്രോപ്പർട്ടി അവൻ വിറ്റതിനേക്കാൾ നല്ല ക്യാഷ് ഫ്ലോ ആ പ്രോപ്പർട്ടി വാങ്ങിയ ആളുകൾ കിട്ടുന്നുണ്ട്. കാരണം അയാൾ അത് എയർബിഎൻബിയുമായി കണക്ട് ചെയ്ത് റെഗുലർ ഇൻകം ഉണ്ടാക്കുകയും ഓപ്പറേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യുകയും അതിനെ ലാഭത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. എങ്കിലും പ്രൈവറ്റ് പൂളുകൾ എന്തുകൊണ്ടാണ് ഇത്രമേൽ പ്രിയങ്കരമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. പ്രധാനമായും പ്രൈവസി തന്നെയാണ്. അതിനുശേഷം വരുന്നതാണ് ഹൈജീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടൂറിസത്തിന്റെ എല്ലാ മേഖലകളിലും നിലവിൽ പൂൾ എന്ന സംവിധാനത്തിൽ ഊന്നി നല്ല ബിസിനസ് കൊണ്ടുവരാൻ എന്തുകൊണ്ടും ഹെൽപ്പുള്ളതാണെന്നാണ്. ഇനി ഈ മേഖലയിൽ കേരളത്തിൽ എന്തൊക്കെ വെറൈറ്റി പൂളുകളാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ പ്രൈവറ്റ് പൂളുകളും റിസോർട്ട് പൂളുകളുമായി തുടങ്ങി ലക്ഷൂറിയസ് ആയ ഇൻഫിനിറ്റി പൂളുകളും പ്രൈവറ്റ് പൂൾ വില്ലുകളും കേരളത്തിലുണ്ട്. എന്നിരുന്നാലും എന്താണ് ഇവയുടെ പ്രത്യേകതകളെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്ന ഒരു നീണ്ട പ്രതലം പോലെ ലാൻഡായോ അല്ലെങ്കിൽ ആകാശവുമായോ വെള്ളം ലയിച്ചു നിൽക്കുന്നത് പോലെ ഒരു ഇല്യൂഷൻ സൃഷ്ടിക്കുന്നത് പോലുള്ള ഡിസൈനാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ ഇൻഫിനിറ്റി പൂൾ 17ാം നൂറ്റാണ്ടിലെ വെർസായിലെ റിഫ്ലക്റ്റിംഗ് പൂളുകൾ പോലെയുള്ള ചരിത്രമായ ഡിസൈനുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. ആധുനിക ഇൻഫിനിറ്റി പൂൾ രൂപകൽപ്പന ആദ്യമായി 1960s ആർക്കിടെക്ട് ജോൺ ലൗട്ട്നർ വികസിപ്പിച്ചു. എന്നാൽ ഇതൊരു റിസോർട്ടിന് വേണ്ടിയായിരുന്നില്ല എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ലോസ് ആഞ്ചൽസിലെ സ്റ്റാൽ ഹൗസ് എന്ന വീടിന്റെ ഡിസൈനിങ്ങിന് വേണ്ടിയാണെന്നുള്ളതാണ്. 1980sകളിലും 1990sകളിലും ലക്ഷറി റിസോർട്ടുകളും ഹൈ എൻഡ് പ്രോപ്പർട്ടികളും ഇൻഫിനിറ്റി പൂൾസ് ഏറ്റെടുത്തു. സിംഗപ്പൂരിലുള്ള മറീന ബേ സാൻഡ്സ്, ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ബാലി തുടങ്ങിയവ ഇൻഫിനിറ്റി പൂളുകളുടെ മികച്ച ഉദാഹരണങ്ങളാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ സൂറി കുമരകം കോട്ടയം, ഫ്രാഗ്രന്റ് നേച്ചർ ബാക്ക് വാട്ടേഴ്സ് റിസോർട്ട്സ് കൊല്ലം,
അതുപോലെ തിരുവനന്തപുരത്തെ ലീല കോവളം എന്നിങ്ങനെ പോകുന്നു. പബ്ലിക് ആൻഡ് ഷെയർഡ് പൂളുകളിൽ നിന്നും വ്യത്യസ്തമായി തീർത്തും പ്രൈവസി പ്രധാനമാകുന്ന പൂളുകളാണ് പ്രൈവറ്റ് പൂൾ വില്ലകൾ. ഇവിടെ ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും സ്വന്തമായി പൂളുകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പ്രൈവസി ബ്രേക്ക് ആവാതെ വാട്ടർ ആക്ടിവിറ്റീസ് കൂടുതൽ എൻജോയ് ചെയ്യാനും പറ്റുന്നു. ഇന്നത്തെ കാലത്ത് ഏറെ ഡിമാൻഡുള്ളതുമായ ഒരു ഏരിയയാണ് പ്രൈവറ്റ് പൂൾ വില്ലാസ്. താജ്, ഗ്രീൻ കോവ് കോവളം, മാരാരി ബീച്ച് റിസോർട്ട്, മാരാരിക്കുളം തുടങ്ങിയ റിസോർട്ടുകളെല്ലാം തന്നെ പ്രൈവറ്റ് പൂൾ വില്ലകളുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ പൂൾ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീല് തോന്നുമെങ്കിലും വ്യത്യസ്തമായ ഒരു പൂൾ അനുഭവമാണ് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പൂളിൽ കിടന്ന് നല്ല തണുപ്പടിച്ചുകൊണ്ട് നല്ല ഹോട്ട് ഫുഡ് കഴിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലതല്ലേ. ആഡംബരമായ പൂളിൽ കുളിയോടൊപ്പം നല്ല ആഡംബരമായ ഫുഡും. ഇന്ന് ഈ സൗകര്യം പല റിസോർട്ടുകളും ഇവിടെ ഒരുക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് വളരെ ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്, പൂളുകൾ പോലും എന്തൊക്കെ രീതിയിലാണ് ടൂറിസം മേഖലയെ സ്വാധീനിക്കുന്നത്. ഇന്നത്തെ ടൂറിസം മേഖലയിൽ സ്വിമ്മിംഗ് പൂളുകൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഭാഗമായിരിക്കുകയാണ്. ഇവിടെ ഡിമാൻഡ് തന്നെ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, 2020 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഓൺലൈൻ സെർച്ചുകൾ നോക്കിയാൽ തന്നെ പൂൾ റിസോർട്ട് ഇൻ കേരള എന്ന സെർച്ചിന് 35% ആണ് വളർച്ച വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു കണക്ക് പറയാം, 2023 കേരളത്തിലെ ടൂറിസം വരുമാനം 45,000 കോടിയാണ്. അതിലും പൂളുകൾക്കുള്ള പങ്ക് ചെറുതല്ല. കാരണം ഒക്യുപ്പൻസി റേറ്റ് നോക്കുകയാണെങ്കിൽ പൂൾ സൗകര്യമുള്ള പ്രീമിയം റിസോർട്ടുകൾക്ക് 78% അധികമായിട്ടുള്ള ഒക്യുപ്പൻസി റേറ്റ്. ഇങ്ങനെ പോകുന്നു സ്വിമ്മിംഗ് പൂളുകൾ ചെലുത്തുന്ന സ്വാധീനം. പൂളുകൾ കേവലം ആഡംബരം മാത്രമല്ല, ഹാർമണിയുടെ ഭാഗമായ ഒരു മികച്ച അനുഭവമായി മാറുന്നു എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്.